ഹലോ മക്കളെ, സൈലത്തിൽ നിന്നും ജെ.സി സാറാണ് സംസാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് എത്തിയിട്ടുള്ളത്. അതെന്താണെന്നല്ലേ, നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി പറ്റും. ഇനി 10ാം ക്ലാസ്സിൽ തോൽവി കൂടും. വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ് മക്കളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് അല്ലേ? നിങ്ങൾ വിചാരിക്കും ഞാനത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല മക്കളെ, നിങ്ങൾ ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും മക്കളെ. അത് വേറൊന്നുമല്ല, ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. 8ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ നോക്കി 2 ലക്ഷം കുട്ടികളാണ് ഈ വർഷം 8ാം ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, തോറ്റിട്ടുള്ളത്. അതായത് 8ാം ക്ലാസ്സിൽ ഈ പറയുന്ന 2 ലക്ഷത്തോളം കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കി, പ്രധാനമായിട്ടും ഈ പറയുന്ന എക്സാം എഴുതിയിട്ടുള്ള 3136 സ്കൂൾ 3136 സ്കൂളുകൾക്കകത്ത് എക്സാം എഴുതിയിട്ടുള്ള ആളുകളിൽ 2,18,748 കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനകത്ത് തോറ്റിട്ടുള്ളത് അല്ലേ? ആ തോറ്റിട്ടുള്ള ആളുകളിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ തോറ്റ ആളുകൾ എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലും ഏകദേശം ഒരു 30% മാർക്ക് നേടാൻ പറ്റാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, തോറ്റിട്ടുള്ളത്. അവർക്ക് വേണ്ടി എന്നാ പറഞ്ഞിട്ടുള്ളത്, വീണ്ടും ഒരു പരീക്ഷ നടത്തുമെന്നാണ്. ഈ ഒരു മാസം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ഒരു പരീക്ഷ വീണ്ടും നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മക്കളെ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അവർക്ക് 8ാം ക്ലാസ്സിലാണ് ഈ ഒരു മിനിമം മാർക്ക് സിസ്റ്റം നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ അടുത്തത് 9ലേക്ക് എന്ത് ചെയ്യും, ആ സിസ്റ്റം വരും അല്ലേ? ഈ സിസ്റ്റം ഒക്കെ എന്തിനാണ് കൊണ്ടുവരുന്നത്, ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കി, കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിനകത്ത് ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വലിയ കണ്ടന്റുകൾ. എൻ്റെ മുൻപിലിരിക്കുന്ന മക്കളൊക്കെ വലിയ കണ്ടന്റുകളാണ് എന്ത് ചെയ്തത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. നിലവിൽ ഈ പറയുന്ന SSLC എഴുതിയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള, പ്രത്യേകിച്ച് ജോഗ്രഫിയിലൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾ നോക്കുക, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, പഠിച്ചു. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരം ചെയ്യും. അതേപോലെ തന്നെയാണ് 10ാം ക്ലാസ്സിനകത്ത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്ത് നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല കടുകട്ടി സാധനങ്ങളാണ് ചെയ്യുന്നത് ഓരോതിലും ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഈവൻ ടീച്ചേഴ്സിന് പോലും അത്യാവശ്യം നന്നായിട്ട് റെഫർ ചെയ്താൽ മാത്രമേ ഈ ക്ലാസ്സുകൾ ഭംഗിയായിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള റിഫോംസുകൾ എന്തിനാണ് ഇതുപോലെ തന്നെ കൊണ്ടുവരുന്നത് അല്ലേ? അതൊക്കെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് മക്കളെ? വേറെ ഒന്നും അല്ലടാ. നിങ്ങൾ നോക്കി, നമ്മൾ ലിറ്ററസി റേറ്റ് അല്ലേ, ലിറ്ററസി അല്ലെങ്കിൽ സാക്ഷരതയിൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് 1ാം സ്ഥാനത്താണ്. നമുക്കറിയാം അല്ലേ, നമുക്ക് 1ാം സ്ഥാനത്താണ്. എന്നാൽ മക്കളെ, ലിറ്ററസിയിൽ നമ്മൾ 1ാമതാണെങ്കിലും ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, പ്രത്യേകിച്ച് സിവിൽ സർവീസ് എക്സാമുകൾ അല്ലേ, ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ എക്സാം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് എക്സാമാണ്. ആ എക്സാം പോലുള്ള, അതായത് നമ്മുടെ IAS IPS ആകാനുള്ള സിവിൽ സർവീസ് എക്സാമിനകത്ത് കേരളത്തിൽ നിന്നും ഉള്ള ആളുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് മറ്റ് സ്റ്റേറ്റ്, അതായത് നമ്മളെക്കാൾ സാക്ഷരത കുറഞ്ഞ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ എഴുതുന്നുണ്ട്. നമ്മളെക്കാൾ സാക്ഷരത കുറഞ്ഞ ഈ പറയുന്ന ലിറ്ററസി റേറ്റിൽ പിറകിലുള്ള സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എക്സാമുകൾക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിനകത്ത് നമ്മുടെ കേരളത്തിനകത്ത് ഇന്ന് എന്ത് ചെയ്യണം, ഒരുപാട് ആളുകൾ ഇത്തരത്തിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള അല്ലേ, നമ്മളിപ്പോൾ ഉള്ളതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള വലിയ വലിയ പോസ്റ്റുകളിലേക്ക് വരണമെന്ന് കൃത്യമായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ലക്ഷ്യമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് മാക്സിമം നമുക്കുള്ളതിനേക്കാൾ വലിയ തരത്തിലേക്കുള്ള ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരത്തിലേക്കുള്ള ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നതും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷം SSLC എഴുതുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ A+ നേടുക എന്നാണ് അല്ലേ? SSLCക്കകത്ത് ഫുൾ A+ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് വലിയൊരു പരിഹാരം ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ട് മക്കളെ. അത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് മക്കളെ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്കുള്ള പരിഹാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അസ്ത്രയ്ക്കകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അസ്ത്രയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അസ്ത്രയ്ക്കകത്ത് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സുകൾ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. അത് മക്കളെ നിങ്ങൾ നോക്ക്. ഒന്നാമത്തത് ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് അല്ലേ? എല്ലാ ദിവസവും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ചാപ്റ്റർ വൈസ് ടേം, ഇതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് അവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ DPP ഉണ്ടാവും. അതുപോലെ ഇൻസ്റ്റാലേണും മൈൻഡ് മാപ്പ്. ഇൻസ്റ്റാലേൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചാപ്റ്റർ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഇതുപോലെ നോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതേപോലെ തന്നെ മക്കളെ, സ്ലൈഡുകൾ, കാര്യങ്ങൾ, ഓരോ ക്ലാസ് എടുക്കുന്നതിൻ്റെ കറക്റ്റ് സ്ലൈഡും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഈ സ്ലൈഡിനകത്ത് ഇപ്പം നിങ്ങളിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും ഒരു സ്ലൈഡിനകത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഓരോ സ്ലൈഡിലുള്ള സംശയങ്ങളും ചോദിക്കാനുള്ള ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിനകത്തുണ്ട്. ആ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ആരാണോ ആ ക്ലാസ് കണ്ടക്ട് ചെയ്തത് അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മറുപടി തരണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ അവർ പറഞ്ഞു തരണം. ഇത്തരത്തിലേക്ക് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് സൈലത്തിന്റെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അസ്ത്ര ബാച്ചിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ മക്കളെ, അതിലേക്ക് ഉടനെ തന്നെ ഇതൊരു വലിയൊരു അവസരമാണ്. അസ്ത്രയിലേക്ക് ഉടനെ
തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ അസ്ത്രയുടെ ഭാഗമായിട്ട് മാറാം. അസ്ത്രയ്ക്കകത്ത് ഞങ്ങൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഇതേപോലെ തന്നെ യൂട്യൂബിനകത്തും നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതരായിട്ടുള്ള ഒരു വമ്പൻ ഫാക്കൽറ്റി തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആൾക്കാരും ഈ വർഷം നിങ്ങൾ ഫുൾ A+ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നമുക്ക് വലിയ മാർക്ക്, ഒരു സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് ഇതുപോലെ തന്നെ എന്താണ് ആസ്വദിച്ച് നമുക്കൊന്ന് പഠിക്കാം. സോ അസ്ത്രയുടെ ഭാഗമാവുക. സോ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ മക്കളെ, കാണാം.